കൂടി ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. എ ഹീലിംഗ് ഹബിന്റെ മാജിക്കൽ വർക്ക്ഷോപ്പിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ 7 ദിവസത്തെ പ്രോഗ്രാമാണ്. അതിൽ നിന്ന് 3-ാമത്തെ ദിവസമാണെന്ന്. അപ്പൊ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാല് പോസിറ്റീവ് പെർസ്പെക്റ്റീവ്സ്. അതായത് എന്താണ്, നമ്മള് ഒരു കാര്യം നമ്മളിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചിന്തകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നമ്മളിലേക്ക് വന്നാൽ ഒരു നെഗറ്റീവ്സ് ആയിട്ട് അത് കാണാതെ അതിനെ നമ്മളങ്ങനെ പോസിറ്റീവായിട്ട് നമ്മളങ്ങനെ അത് എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പോസിറ്റീവ് പെർസ്പെക്റ്റീവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം ഇപ്പൊ നമ്മളിപ്പോ ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ ഇവിടെ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോയവരാണ് അല്ലെ. അറിയാലോ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവര് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം നമുക്ക് ഒരുപാട് ചിന്തകൾ, ഇമോഷൻസ്, സ്ട്രെസ്, ആൻസൈറ്റി, അങ്ങനെ ഒരുപാട് ഇത് വന്ന് നമ്മൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ ആയാൽ പോരാ, അതിൽ നിന്നൊക്കെ നമുക്കൊന്ന് മോചിതയാവണം എന്ന് കരുതിയിട്ട് പല പല പ്ലാറ്റ്ഫോമുകളിലും നമ്മൾ കയറി. അങ്ങനെ ആയിരിക്കും ഇവിടെ എല്ലാവരും മിക്ക ആളുകളും എത്തിയിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ ബേക്കിലോട്ട് നോക്കുകയാണെങ്കിൽ അത് എന്താണ്, നല്ലതാണല്ലേ. കാരണം നമ്മൾ ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇവിടെ എത്തൂല. കാരണം ആ ഒരു ഇരുട്ടത്ത് തന്നെയായിരിക്കും നമ്മുടെ ഉള്ളിൽ ആ ഒരു വെളിച്ചത്തിന്റെ ഒരു കാറ്റ് അടിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ദിവസവും നമുക്ക് അറിവുകൾ കിട്ടുന്നു, അതുപോലെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് നമുക്ക് തിരിച്ചറിവ് തിരിച്ചറിവ് അപ്പൊ അത് നോക്കുകയാണെങ്കിൽ നമ്മൾ അന്ന് അനുഭവിച്ച ആ പ്രശ്നത്തെ നമ്മൾ ഇന്ന് നോക്കിക്കാണുകയാണെങ്കിൽ അതെന്താണ്, അത് പോസിറ്റീവ് വശമാണ് അല്ലെ. അതിനെ നമ്മളത് പോസിറ്റീവ് പെർസ്പെക്റ്റീവ് മനസ്സിലായി കാണുന്ന കരുതുന്നു. നമ്മൾ അന്ന് അനുഭവിച്ച കാര്യങ്ങളെ ഇന്ന് നമ്മൾ നോക്കിക്കാണെങ്കിൽ അത് എനിക്ക് അങ്ങനെ വന്നത് കൊണ്ട് ഞാൻ ഇന്ന് ഈ ഒരു ലെവലിൽ എത്തിയല്ലോ, എനിക്ക് ഒരുപാട് അറിവുകൾ ലഭിക്കുന്നുണ്ട്, തിരിച്ചറിവുകൾ ലഭിക്കുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നുണ്ട്, എന്നെ അതൊരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, എന്നിൽ ഉയർച്ചകൾ സംഭവിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ആരും നെഗറ്റീവിൽ ഇരിക്കാതെ എന്ത് കാര്യം വന്നാലും, അത് നമ്മളുടെ എന്ത് വന്നാലും നമ്മൾ അതിൽ നമ്മൾ പോസിറ്റീവ് വശം കാണുക എന്നുള്ളതാണ്. നമുക്കത് എന്തെങ്കിലും പഠിക്കാനുണ്ടാവും, സാധ്യതകൾ ഉണ്ടാവും, നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ അത് കൊണ്ടുപോകും എന്നുള്ളതാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, ഭയങ്കര സൗണ്ട് ഉണ്ട്. ഓവർ ടു യു ആസിമ. Thank you so much, Nasira ma'am. താങ്ക് യു മാം. എന്തായാലും നമ്മൾ ഓരോ യാത്രകൾ ചെയ്യുമ്പോൾ നമുക്ക് പലവിധമായിട്ടുള്ള തിരിച്ചറിവുകൾ വന്നുകൊണ്ടിരിക്കും. ചിലതിൽ നമുക്ക് നിൽക്കാൻ സാധിക്കും, ചിലതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലതിനെ ക്ഷമയോടുകൂടി നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കും. പക്ഷെ മറ്റു ചിലതിനെ നമുക്കത് സഹിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും പറയാതിരിക്കാനോ അങ്ങനെയൊന്നും നമുക്കിതാവില്ല. നമ്മൾ എന്തായിരിക്കും, അതിലെങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവുകയോ ചിന്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ഫീച്ചേഴ്സിലെ 3-ാമത്തെ ഘടകമായിട്ട് വരുന്നത് ഈ പോസിറ്റീവ് പെർസ്പെക്റ്റീവ്സ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഒന്ന് സ്വയംബോധത്തിന്റെ ഒരു അവയർനെസിന്റെ കാര്യങ്ങൾ പഠിച്ചു. ഇന്നലെ നമ്മുടെ ഇമോഷണൽ ബാലൻസിങ്ങിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള വീക്ഷണത്തെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ എല്ലാവർക്കും തന്നെ അറിയാം, പോസിറ്റീവായിട്ട് നമ്മൾ എന്ത് കാര്യത്തിനെയും കാണാൻ സാധിക്കുമ്പോഴാണ് അതിന്റെ നല്ല വശങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. അല്ലാത്ത പക്ഷം എന്തായിരിക്കും, അത് നമ്മളില് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അതിൽ എത്ര നന്മയുണ്ടെങ്കിലും നമുക്കത് തിരിച്ചറിയാൻ സാധിക്കാതെ വരും. അപ്പൊ എന്തായാലും നമ്മൾക്ക് എല്ലാവർക്കും പ്രശ്നങ്ങൾക്കപ്പുറം കാണാനുള്ളൊരു ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിലൂടെ നാം നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചുകൾ കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചും അറിയാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്ത് ആ ഒരു പോസിറ്റീവ് വൈബ്രേഷനിലേക്കൊക്കെ ഒന്ന് വന്നിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇപ്പോൾ എല്ലാവരും
വീട്ടിലെ പല കാര്യങ്ങളിൽ തിരക്കിൽ പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിന്തകളിലൊക്കെ ആയിട്ടായിരിക്കും ഇരിക്കുക. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷൻ ചെയ്തിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. എന്നത്തെയും പോലെ കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, എല്ലാവരും ശാന്തമായ മനസ്സോടു കൂടി കംഫർട്ടായിട്ടിരിക്കുക. അതിനു മുമ്പ് തന്നെ വീഡിയോ മോഡ് എന്നുള്ളത് മെഡിറ്റേഷന് ശേഷം നിർബന്ധമായിട്ടും ഇരിക്കണം എന്നുള്ളതാണ്. ഇവിടെ ട്രാൻസ്ഫോം ചെയ്യാനുള്ളത് നമ്മളെ തന്നെയാണ്. അപ്പം അത് മറ്റൊരാൾ വീഡിയോ മോഡ് അല്ലെങ്കിൽ മറ്റൊരാൾ കാണില്ലേ എന്നുള്ളതല്ല, നമ്മൾക്ക് നമ്മളെ കാണാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, ഈ ഒരു മെഡിറ്റേഷനിൽ നമ്മൾ നമ്മുടെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ തന്നെ മാറ്റിയിട്ടുണ്ട്. എന്തിനായിരിക്കാം അത് മാറ്റിയത്? ഇനി നമുക്ക് ലഭിക്കുന്ന ആ ഒരു അറിവ് എവിടെയും പോവാണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ നിറഞ്ഞ് ആ അറിവിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പ്രവർത്തിക്കാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു മെഡിറ്റേഷനിൽ എന്താ മനസ്സിലായത്? നമ്മുടെ ഉള്ളിലെ വീക്ഷണം മാറുമ്പോൾ അല്ലെങ്കിൽ കാഴ്ചപ്പാട് മാറുമ്പോൾ നമ്മളിലേക്ക് സംഭവിക്കുന്ന പലതിനെയും നമുക്ക് മാറ്റാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നാളും എന്താണോ നമ്മുടെ ജീവിതവുമായിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നത്, അതിനൊക്കെ ഒന്ന് കുറച്ച് സമയം എന്തുണ്ട്, ആ മെഡിറ്റേഷന് മുമ്പ് വരെയുള്ള സംഭവങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഒരു പുതിയൊരു മനുഷ്യനായിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഹൃദയത്തിലേക്ക് പുതിയ പുതിയ കാര്യങ്ങളെ സ്വീകരിക്കാനായിട്ട് ഒരു മനുഷ്യനായിട്ട് എം ടി കപ്പായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. എം ടി കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ കിട്ടുന്നത് എന്താണോ അത് പുതുമയുള്ളതാണ്. കുട്ടികളെ ശ്രദ്ധിച്ചിട്ടില്ലേ? അവർക്ക് എന്തും പുതുമയുള്ളതാണ്. ഒരു പൂവ് കൊടുത്തു കഴിഞ്ഞാലും അതെന്ത് ചെയ്യും? അതിനെ സൂക്ഷിച്ച് നോക്കിയിട്ട് അവരുടെ കണ്ണുകൾ വിടരുന്നത് കാണാം. അതൊരു ടോയ് ആണെങ്കിലും അതേപോലെയാണ്. അപ്പോൾ ആ ഒരു മനസ്സോട് കൂടി ഇരിക്കുക. ഇന്ന് 3-ാമത്തെ ദിവസമാണ്. 2 ദിവസത്തെ കാര്യങ്ങളും നിങ്ങൾ വിശകലനം ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് 3-ാമത്തെ ദിവസത്തിലേക്ക് കിടക്കാം. ചേഞ്ച് യുവർ വ്യൂ ആൻഡ് യുവർ വേൾഡ് ചേഞ്ച് വിത്ത് ഇറ്റ്. നമ്മുടെ കാഴ്ചപ്പാട് മാറ്റിക്കഴിഞ്ഞാൽ ഈ ലോകത്തെ തന്നെ നമുക്ക് മറ്റൊരു കാണുന്ന രീതി തന്നെ മാറുമെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണം. അങ്ങനെ നമ്മളുമായി കണക്ട് ചെയ്യുന്ന ഓരോരുത്തരെ കുറിച്ചുമുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ പോസിറ്റീവ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്കും അപ്പുറം കാണാനുള്ള ശക്തി ഉണ്ടാവുക എന്നുള്ളത്. നമ്മളെല്ലാവർക്കും എന്താ സംഭവിക്കുന്നത്? ഒരു പ്രശ്നം വന്നു കഴിയുമ്പം ആ പ്രശ്നത്തിന് അടിമപ്പെട്ടു പോകലാണ് ചെയ്യുക. അതിനും അപ്പുറം എന്താണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ആ സമയത്ത് പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വേവലാതിപ്പെടുവോ, ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വിഷമിക്കോ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലേക്കും പോലെ ദേഷ്യം വരാറുണ്ട്, വെറുപ്പ് വരാറുണ്ട്. ഇങ്ങനെ ഏതൊരു പ്രശ്നം വരുമ്പോൾ ഇങ്ങനെയുള്ള പല വികാരങ്ങളിലേക്ക് പോവാറുണ്ട്. പക്ഷെ അതിനും അപ്പുറം എന്താണ് വേണ്ടതെന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുമ്പോൾ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുമെന്നുള്ളതാണ്. അപ്പൊ ഇത്രയും നാളും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തായിരുന്നോ ചെയ്തിരുന്നത് അതിനെ മാറ്റി നമുക്ക് വേണ്ടുന്ന രീതിയിൽ അതിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് ചോദിക്കും, ഈ പോസിറ്റീവ് പെർസ്പെക്റ്റീവ് എന്നത് അപ്പം റിയാലിറ്റീനെ അവഗണിക്കലാണോ എന്ന് ചോദിക്കും. അതായത് ഇപ്പൊ സംഭവിച്ച കാര്യത്തെ അത് ഇല്ലാന്നാക്കലാണോ എന്നല്ല, പക്ഷെ അതിലേക്ക് ആ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൽ എന്തൊക്കെയാണ് നമ്മൾക്കുള്ള അവസരങ്ങളെന്നും അതിലൂടെ നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാനുള്ളതെന്നും അതിലൂടെ നമുക്ക് എങ്ങനെ വളരാൻ സാധിക്കുമെന്ന് ചിന്തിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു ഗ്രാമത്തിൽ ഒരു കർഷകൻ ഉണ്ടായിരുന്നു. അയാൾക്കൊരു കുതിരയുണ്ട്. അപ്പൊ ആ ഒരു കുതിര എന്ത് ചെയ്തു, ഒരു ദിവസം അഴിഞ്ഞു പോയിട്ട് അതിനെ കാണാനില്ല.
അപ്പൊ ആളിങ്ങനെ അതിനെ കാണാനില്ലാത്തൊരു ഇതിലിരുന്നപ്പോഴത്തേക്ക് അവിടെ വന്നവര് പറഞ്ഞു, ഓ നിന്റെ ദൗർഭാഗ്യം, നിന്റെ കുതിര പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു, എന്ത് ഭാഗ്യം, എന്ത് ദൗർഭാഗ്യം, ഇതാരറിയുന്നു എന്ന് മാത്രമേ ആള് പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞില്ല. 3-4 ദിവസങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു, ഈ കുതിര തിരിച്ചു വന്നു. അപ്പൊ തിരിച്ചു വന്നപ്പോ അതിന്റെ കൂടെ ഒരു 2-3 കാട്ടുകുതിരയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴും എന്ത് ചെയ്തു, കണ്ട ആൾക്കാർ എന്തായിരുന്നു പറഞ്ഞത്, ഓ നിന്റെ വലിയ ഭാഗ്യാണ് കേട്ടോ, ഇത്ര 3 തിരിച്ചു വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴും ആദ്യം പറഞ്ഞ മറുപടി തന്നെയാണ് കർഷകൻ പറഞ്ഞത്, വേറെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് അതിനെ എന്ത് ചെയ്തു, ആ കാട്ടുകുതിരയിലെ ഒരാളെ, ഒരു കുതിരനെ ഈ കർഷകന്റെ മകൻ അതിന് എന്താ ചെയ്യാ ഇണക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിനെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഇരുന്നപ്പം, അല്ല അതിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കായിരുന്നപ്പോഴത്തേക്ക് അതിന്റെ എന്താ പറയാ മനുഷ്യനുമായിട്ട് ഇണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് എന്താ തട്ടുകയോ അല്ലെങ്കിൽ ചാടിച്ചൂടോ അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. അതേപോലെ തട്ടിയിട്ടപ്പോ ഈ ചെറുക്കന്റെ കാലിനൊരു പൊട്ടലുണ്ടായി. അപ്പോഴും അത് കണ്ടവരെന്താ പറഞ്ഞേ, നിന്റെ ദൗർഭാഗ്യമാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഈ കർഷകൻ അന്നേരവും ആദ്യം പറഞ്ഞ ഒരു ഉത്തരം മാത്രമേ പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ നാട്ടിൽ യുദ്ധമുണ്ടായപ്പോൾ രാജാവ് എന്ത് ചെയ്തു, ആ ഗ്രാമത്തിലെ എല്ലാ ആൾക്കാരെയും, ആണുങ്ങളെ എല്ലാവരെയും യുദ്ധത്തിന് വിളിച്ചു. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ മകന്റെ കാലിന് പൊട്ടലുള്ളത് കൊണ്ട് ആ ഒരു എന്താ പറയാ ആ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ആൾക്കാർ എന്താ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ആ നിന്റെ ഭാഗ്യം, നിന്റെ മോൻ അതിന് പോകേണ്ട വന്നില്ലല്ലോ എന്നുള്ളത്. ഇവിടെ നമ്മൾ ഒന്ന് നോക്കുക, ഓരോ കാര്യം സംഭവിക്കുമ്പോഴും നമ്മൾ ഭാഗ്യം ദൗർഭാഗ്യം എന്നുള്ള കാര്യങ്ങൾ എത്ര തവണ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൽ എന്താണ് വ്യക്തമായിട്ട് നടക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് എന്താ പഠിക്കാനുള്ളതെന്നൊന്ന് മനസ്സിലാക്കാം. അതിനെ എങ്ങനെ ഞാൻ നേരിടണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ചിന്തയിലേക്ക് എന്നെ കൊണ്ട് കഴിയില്ല, ഇതിന് ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ആവലാതിയാ വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഉത്തരവും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. എന്നുവെച്ചാൽ ആ ഒരു ഇമോഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഇന്നലെ പഠിച്ച ഇതിൽ നമുക്കല്ലേ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ആ ബ്രെയിൻ അല്ലെങ്കിൽ മനസ്സ് അവിടെ ഒരു പെട്ടെന്ന് തന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ ഡോർ അങ്ങ് അടയ്ക്കുകയും ചെയ്യും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അവസരങ്ങൾ കാണാൻ സാധിക്കില്ല. അപ്പൊ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രശ്നങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, അഭിമുഖീകരിക്കുക തന്നെ വേണം. അതിലൂടെ എനിക്ക് എന്താണ് നേടാൻ സാധിക്കുക, ആ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിൽ എന്ത് പഴുതാണ് എനിക്ക് വിജയിക്കാനുള്ളതെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അവിടെ എന്താവാൻ പറ്റും, നമ്മുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും, ഒരു വീട്ടിലുണ്ടാകുന്ന മക്കൾ തന്നെ പല രീതിയിലേക്കാകുന്നുണ്ട്. ഒരേ സാഹചര്യത്തിൽ വളർന്നു വന്നവരായിരിക്കും. ഒരാൾ നല്ല ബെറ്റർ ആയിട്ട് കയറി പോകുന്നുണ്ടാവും, ഒരാൾ ശരിക്കും ഒരു എന്താ പറയാ കഴിവില്ലാത്ത പോലെ അല്ലെങ്കിൽ തളർന്നു പോകുന്ന രീതിയിലോ വരുന്നുണ്ടാവും. ഇതിന്റെ കാരണം എന്തായിരിക്കും, ഒരാളുടെ ഉള്ളിൽ ആ ഒരു പ്രചോദനമാണ് കിട്ടുന്നതെങ്കിൽ ആൾക്കത് ഇങ്ങനെ വലിയവനാകണം എന്നുള്ള ഒരു ചിന്തയിലാണ് ആൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആള് ലോകത്തിനെ കാണുന്നത് ആൾക്കുള്ള അവസരങ്ങളായിട്ടായിരിക്കും കാണുക. മറ്റൊരാൾ എന്തായിരിക്കും, ആൾക്ക് എന്തെങ്കിലും ഒരു വീക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ ആ വീക്ക് പോയിന്റിലൂടെ ഈ ലോകത്തെ വീക്ഷിക്കുമ്പം ആ കാണുന്നതിലൊക്കെയും ആ വീക്ക്നെസ് ആണ്, ഇത് ശരിയാവില്ല, ഇത് ശരിയാവില്ല, ഇത് ശരിയാവില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കും. അപ്പൊ അവിടെ ആവുമ്പോ എന്തായിരിക്കും സംഭവിക്കുക, അവിടെ എന്താണ് ആ 2 പേരിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നത്, വ്യത്യാസം എന്നത് സംഭവത്തിലല്ല, അത് ഓരോരുത്തരും കാണുന്ന രീതിയിലാണ്. ഇവൻ വേറെ ആരെയും പറയണ്ട, നമ്മുടെ ജീവിത രീതിയെ തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ഇത്രയും കാലം ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ EFT, മൈൻഡ് പവർ, മറ്റ് പല കോഴ്സുകൾ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മുടെ തോട്ട് പ്രോസസ്സിങ് എങ്ങനായിരുന്നു, നമ്മൾ കാണുന്നത് എങ്ങനായിരുന്നു, ചിന്തിക്കുന്നത് എങ്ങനായിരുന്നു, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കൂടുതൽ വേറെ ആരുടെ അടുത്ത് നമുക്ക് പോകേണ്ട ആവശ്യം വരില്ല, കഥകൾ പോലും പറയേണ്ട ആവശ്യം വരില്ല. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, ഞാൻ അന്ന് എങ്ങനെയായിരുന്നു അതിനെ ചിന്തിച്ചിരുന്നത്, ഇന്ന് എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നൊന്ന് അറിഞ്ഞാൽ മതി. അതായത് നമ്മുടെ കാഴ്ച മാറുമ്പോൾ നമ്മുടെ ലോകവും മാറുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് നമ്മൾക്കുണ്ടായ പ്രതിസന്ധികളെ പുനർവ്യാഖ്യാനിക്കുക, അതായത് റീഫ്രെയിമിങ് ചെയ്യുക എന്നുള്ളത്. അതിപ്പോ നമ്മൾ മെഡിറ്റേഷനിൽ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. റീഫ്രെയിമിങ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു എനർജിയെ സെറ്റ് ചെയ്യുക എന്നുള്ളത്.
അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഏതൊക്കെ കാര്യങ്ങളിലേക്ക് ആ ഒരു റീഫ്രെയിമിങ് ചെയ്യാം എന്നുള്ളതിനൊന്ന് ചിന്തിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് എൻ്റെ ഉള്ളിലുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റാനുണ്ട്, ആരോടൊക്കെയുള്ള ആ, കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളെ മാറ്റാനുണ്ട്, ചിന്തകളെ മാറ്റാനുണ്ട്, എന്തൊക്കെ സാഹചര്യങ്ങളെ ഞാൻ മാറ്റി എൻ്റെ ഉള്ളിൽ റീഫ്രെയിം ചെയ്യാനുണ്ട്, അതൊന്ന് എഴുതി നോക്കിക്കേ. ഇവിടെ നമ്മൾ അറിയേണ്ടത് ഓരോ പ്രതിസന്ധികളുടെയും അകത്ത് ഒരു പാഠം, അല്ലെ നമുക്കുള്ള ഒരു വളർച്ച, അല്ലെങ്കിൽ ഒരു അനുഗ്രഹം ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്തിനാണ് എനിക്ക് എന്ന ചോദ്യത്തിന് പകരം ഇത് എന്നെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ചോദിക്കുക. എന്തിനാ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, നമ്മളൊക്കെ ചോദിച്ചിട്ടുള്ള അല്ലേ, എന്താ എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. പക്ഷെ ആ ഒരു ചോദ്യത്തിന് പകരം ഇത് എന്നെ എന്താണ് പഠിപ്പിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെ ഒരേ കാര്യങ്ങൾ കണ്ടിന്യൂസ്ലി നടന്നു പോകുന്നുണ്ടാവും. ആദ്യം നമ്മൾ അതൊന്നും ശ്രദ്ധിക്കലില്ല. പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ പഠിക്കാൻ തുടങ്ങിയതിനു ശേഷം നമുക്ക് മനസ്സിലാവും, കണ്ടിന്യൂസ്ലി ചില കാര്യങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തോ കാരണങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അതുമായി കണക്ട് ചെയ്തിട്ടുള്ള എന്ത് കാര്യമാണോ കണക്ട് ആയിട്ട് എന്ത് കാര്യമാണോ എന്നുള്ളതൊന്ന് തിരിച്ചറിഞ്ഞാല് അവിടെ നമുക്ക് അതിനെ റീഫ്രെയിം ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അതിന്റെ മോശമായിട്ടുള്ള വശത്തെ നമ്മുടെ ഉള്ളിലേക്ക് എടുത്തിട്ട് അതെങ്ങനെയൊക്കെയാണെന്നൊന്ന് മനസ്സിൽ കണ്ടിട്ട് അതിന്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വേർഷനെ നമ്മുടെ ഉള്ളിൽ കണ്ടുകൊണ്ട് ആ വേർഷനിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ മോശമായ അവസ്ഥകളെ എങ്ങനെ റീഫ്രെയിം ചെയ്യാമെന്ന് പഠിക്കാൻ പറ്റും. അപ്പൊ അത് ഏതൊരു കാര്യത്തിലും ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ്. അപ്പോ ഇത്രയും കാലം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും നമുക്ക് ഓരോ പാഠങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പൊ ഇന്നത്തെ ദിവസത്തെ ചിന്തയ്ക്കുള്ള വിഷയമാണിത്. അവരവരുടെ ജീവിതം ഒരിക്കലും അവരവർ മറന്നുപോയില്ല അല്ലെ. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതിലൂടെ ഞാൻ എന്ത് അറിവാണ് നേടിയതെന്നൊന്ന് തിരിച്ചറിയുക. അത് നമ്മളെ വീണ്ടും ശരിയായ പാതയിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. ഇവിടെ പലരും ഇന്നത്തെ കാലത്ത് ചെയ്യാത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സങ്കടങ്ങളെ മാത്രം കൂട്ടുപിടിച്ചിട്ട് അതിന്റെ കൂടെ ഇങ്ങനെ മാല കോർത്ത് മുത്തുകൾ ഇങ്ങനെ കോർത്ത് പോകും. എന്നാ അതിലുപരി സന്തോഷമുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അതിലേക്ക് ഒന്നും ചെയ്യില്ല. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സങ്കടമുള്ള കാര്യങ്ങളുണ്ട്, അതിനെയും ഭദ്രമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അതിനെയും സ്നേഹിക്കുക. അതിലുപരി സന്തോഷമുള്ള കാര്യങ്ങളെ തന്നെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിൽക്കുക. അപ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫീലിംഗ്, ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കണക്റ്റഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഫീലിംഗ്, ആ ഇമോഷനിലേക്ക്, ആ സന്തോഷമുള്ള കാര്യങ്ങൾ ഓർക്കുന്ന ആ ഒരു ഫീലിങ്സിലേക്ക് വന്നിട്ട് ആ ഒരു കാര്യത്തെ, നമ്മൾ സങ്കടകരമായി നമ്മളിൽ ഉണ്ടായ കാര്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് അങ്ങനെയല്ല, അതൊന്നും സാരമില്ല, ഇതൊക്കെ നിസ്സാരാണല്ലേ എന്ന് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഇത്രയും നാളെ വലിയ കൊട്ടാരം പോലെ നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടന്ന ആ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ എന്താവും, ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് താഴത്തേക്ക് പോകും എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് പ്രശ്നമുള്ളതും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് പരിഹാരമുള്ളതും. അത് നമ്മൾ എപ്പോ നമ്മളോട് ചോദിച്ചു തുടങ്ങുന്നുണ്ടോ അപ്പൊ മുതൽ നമുക്ക് ഉത്തരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇനിയുള്ളത് നമ്മളുടെ വാക്കിന്റെയും ചിന്തകളുടെയും ശക്തി, അതിനെക്കുറിച്ച് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. വാക്കുകളൊക്കെ വെറുതെ ഇങ്ങനെ പറയുക എന്നുള്ളത്, ആ പറയുന്ന വാക്കുകൾ നമ്മളിലേക്ക് എന്താ കൊണ്ടുവരുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ. ഞാൻ എന്താണോ പറയുന്നത്, ഞാൻ എന്താണോ ചിന്തിക്കുന്നത്, അതായിട്ട് ഞാൻ മാറുന്നു എന്നുള്ളത്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ പറയുന്ന ഓരോ വാക്കുകളും എൻ്റെ ഉള്ളിൽ ഒരു ഇമോഷനെ നൽകുന്നുണ്ട്. ആ ഇമോഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അതവിടെ ഒരു
ചാനൽ സൃഷ്ടിക്കുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പിക്ചർ സൃഷ്ടിക്കുന്നുണ്ട്. ആ പിക്ചറിലൂടെ നമ്മൾ നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നുണ്ട്. അപ്പോ ഞാൻ എൻ്റെ മകനെ കുറിച്ച് അല്ല എൻ്റെ മകളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണോ അതിനെക്കുറിച്ചുള്ളൊരു ചിന്തയിൽ വരുമ്പോ തന്നെ അതിന്റെ ഉള്ളിൽ നമ്മുടെ വിഷ്വലായിട്ടാ വരിക. അങ്ങനെ തന്നെയല്ലേ എല്ലാവർക്കും? മകൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ രൂപമാണ് നമ്മുടെ ഉള്ളിൽ വരിക, അല്ലെ? അല്ലെ മകൾ എന്ന് പറയുമ്പോൾ, അല്ലെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ അതിന്റെ രൂപമാണ് നമ്മുടെ ഉള്ളിലേക്ക് വരിക. ആ രൂപത്തിലെ നമ്മൾ എങ്ങനെയായിരിക്കും വിഷ്വൽ ചെയ്യുന്നത്? അവനൊരു സാഡ് മൂഡിലാണ്, അല്ലെ അവളൊരു വിഷമത്തിലാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണെന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ശരിക്കും നമ്മുടെ ഉള്ളിൽ ഒരു ഫ്രെയിം വരുന്നില്ലേ? ഒരു സിനിമ പോലെ കാര്യങ്ങൾ കടന്നു വരുന്നില്ലേ? അത് വിഷ്വലാണ്, നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന വിഷ്വലാണ്. അത് കണ്ടിന്യൂസ്ലി നമ്മൾ കാണുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അത് അങ്ങനെ തന്നെ ആക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നേ? അപ്പൊ നമ്മുടെ വാക്കിന്റെയും ചിന്തയുടെയും ശക്തി എത്രത്തോളം ഉണ്ടെന്നൊന്ന് മനസ്സിലാക്കിയേ. ഇതേ സംഭവം തന്നെ നമ്മൾ പോസിറ്റീവ് പെർസെപ്റ്റീവിലൂടെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ സങ്കടങ്ങളെയൊക്കെ ഇതേപോലെ കൂട്ടുപിടിച്ചിട്ട് അതിനെയൊക്കെ സംഭവിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ സന്തോഷമുള്ള കാര്യങ്ങളെ റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് 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 നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റില്ലേ? അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ആ ഒരു സന്തോഷമുള്ള കാര്യങ്ങളെ മാത്രം കൂട്ടുപിടിക്കത്തില്ല, സങ്കടമുള്ളതൊക്കെ ഇങ്ങ് പോരെന്ന് പറയും. അല്ലെങ്കിൽ വിഷമമുള്ളതൊക്കെയും അല്ലെ ബുദ്ധിമുട്ടുള്ളതൊക്കെ ഇങ്ങ് പോരെ, അതിനെ ഓർത്ത് 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 വിഷമിക്കുക എന്നുള്ളത്. അപ്പൊ ഇനി മുതൽ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മുടെ വാക്കുകളുടെയും ചിന്തകളുടെയും ശക്തിയെ തിരിച്ചറിഞ്ഞ് അതിൽ നമ്മൾ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ സന്തോഷകരമായിട്ട് നമ്മൾ എന്താണോ പറയേണ്ടത്, ചിന്തിക്കേണ്ടത് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പറയുക. ഓരോ കാര്യങ്ങളിലേക്ക് പറയുമ്പോഴും ഇപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിലും ഒരുപാട് സൗണ്ട് എടുത്ത് സംസാരിക്കുന്നതിനൊക്കെ അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കുന്നതിനൊക്കെയും വഴക്ക് പറയുമായിരുന്നു. നമ്മളിങ്ങനെ കലകലകലകലാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വഴക്ക് പറയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ അഫർമേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായതിനു ശേഷം നമ്മൾ ആവശ്യത്തിന് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നതെല്ലാം അതേപോലെ എന്നിലേക്ക് വരുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ അവിടെ വാക്കുകളെ സൂക്ഷിക്കണ്ടേ? ആ വാക്കുകളെ സൂക്ഷിക്കാതിരുന്നാൽ എന്താ സംഭവിക്കുന്നത്? ആ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പിക്ചറായിട്ട് എൻ്റെ ഉള്ളിൽ വരികയും അതൊരു എനർജി ഫോമിലേക്ക് ആകുകയും അത് വിഷ്വൽ ട്രീറ്റ് ആകുകയും ആ വിഷ്വൽ ട്രീറ്റ് നമ്മളിലേക്ക് സംഭവിക്കാനുള്ള എല്ലാ വാതിലുകളും നമ്മൾ തുറന്നു കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മിതമായി സംസാരിക്കണമെന്ന് പറയുന്നതിന്റെ കാരണവും എന്തായിരിക്കും? അപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ളത് മാത്രമായിരിക്കും സംസാരിക്കുക. നമുക്കപ്പം മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കാൻ സമയമില്ല. കാരണം ഞാൻ മറ്റൊരാളെ കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ, അത് എന്നിലേക്ക് വരാനുള്ള വാതിലാണ് ഞാൻ തുറന്നു കൊടുക്കുന്നത്. അപ്പൊ എന്റെ പോരായ്മകളാണ് ഞാൻ പറയുന്നതെങ്കിൽ ആ പോരായ്മയ്ക്ക് കടന്നു വരാനുള്ള ഒരു വാതിലാണ് തുറന്നു കൊടുക്കുന്നത്. അതായത് ഫോർഗീവ്നെസ്സിനെ കുറിച്ച് ദ പവർ ഓഫ് സബ് കോൺഷ്യസിൽ പറയുമ്പം നമ്മൾ അനുവാദം കൊടുക്കാതെ ഒരാൾക്കും നമ്മുടെ ഉള്ളിൽ കയറാൻ സാധിക്കില്ല. അത് ശരിക്കും അങ്ങനെ തന്നെയാണ്. ഹിപ്നോട്ടിസം ചെയ്യുന്ന ഒരു ഇതിലാണെങ്കിലും ആ ഒരു ആജ്ഞയെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മളെ ഹിപ്നോട്ടിസ് ചെയ്യാൻ പറ്റുക. അപ്പോ ഇവിടെ നമ്മൾ നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആ എന്ത് വിചാരങ്ങളായിക്കോട്ടെ, ഇമോഷൻസ് ആയിക്കോട്ടെ, അതിനെ കയറാനുള്ള ഒരു അനുവാദം കൊടുത്തത് കൊണ്ടല്ലേ ഇത് ഇത്രയും കാലം നമ്മുടെ ഉള്ളിൽ നിന്നിട്ടുള്ളത്. അപ്പൊ ഇനി എന്തായിരിക്കും ചെയ്യേണ്ടത്? ഞാൻ ഏത് വാതിൽ തുറക്കണം എന്നുള്ളത്, എൻ്റെ ഹൃദയത്തിന്റെ ഏത് വാതിൽ തുറക്കണം എന്നുള്ളത് നാം തിരിച്ചറിയുകയും അതിലൂടെ നമുക്ക് വേണ്ടതിനെ അട്രാക്ട് ചെയ്യുകയും ചെയ്യുക. സങ്കടങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതേ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം, അതേ എനർജി പ്രകാരം ഈ സന്തോഷങ്ങൾ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മളിലേക്ക് വരുത്തേണ്ട മാറ്റം, അങ്ങനെ ഇപ്പൊ സങ്കടങ്ങൾ മാത്രം എൻ്റെ ജീവിതത്തിൽ വരണ്ട, എല്ലാ കാര്യങ്ങളും സന്തോഷകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കാണുകയും ഫീല് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യും. ഇപ്പൊ ഈവൻ നമ്മള് നമ്മുടെ മക്കളെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം മറ്റൊരാളോട് പറയുകയാണെന്ന് വെക്കുക. ആ പറയുമ്പോഴത്തേക്ക് അത് അവൻ അങ്ങനെയൊക്കെയാ, ഒന്നും ഇതാവുന്നില്ല, ഇങ്ങനെയൊക്കെയാ ചെയ്യുന്നത്, ഇങ്ങനെ പറയുന്നതിന് പകരം അവനാള് സ്മാർട്ട്, അവനെ കൊണ്ട് എല്ലാം ചെയ്യാൻ സാധിക്കും, അവൻ നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം പടച്ചോന്റെ അനുഗ്രഹത്തിൽ അവന് നേടാൻ സാധിക്കും, എന്തായാലും ഹയർ ആവട്ടെ, നല്ലതാവട്ടെ എന്നൊന്ന് സംസാരിച്ചു നോക്കിക്കേ. അത് ആരെ കുറിച്ചാണല്ലോ ഒന്ന് സംസാരിച്ചു നോക്കിക്കേ. അവിടെ എന്തായിരിക്കും മാറ്റം വരിക?
നമ്മളിൽ നിന്ന് ആ ഒരു എനർജി പാസ് ചെയ്യുന്നത് നമ്മുടെ മക്കളിലേക്കാവട്ടെ, പാർട്ട്ണറിലേക്കാവട്ടെ, മാതാപിതാക്കളിലേക്കാവട്ടെ, അത് ആ പോസിറ്റീവായിട്ട് തന്നെ എത്തിപ്പെടും എന്നുള്ളത്. ഇത് ഓരോ വാക്കുകൾ പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ നിന്നും കുറെ കാര്യങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. നീ അങ്ങനെയാണോ, നീ അങ്ങനെയാണോ എന്നുള്ള കാര്യം, നീ അതിൽ ശ്രദ്ധിക്കലുണ്ടോ, നീ അതിൽ ശ്രദ്ധിക്കലുണ്ടോ എന്നുള്ള കാര്യം. ആ ചിന്ത നമ്മളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നമ്മളെ തിരിച്ചറിയുന്ന പാതയിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ സംസാരിക്കുമ്പം ശക്തിയുള്ള വാക്കുകൾ സംസാരിക്കുക, ലക്ഷ്യത്തോടെ ചിന്തിക്കുക. നമ്മളുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം ഉണ്ടാവണം അല്ലേ? കല്യാണം കഴിഞ്ഞു, ഹസ്ബൻഡ് ഉണ്ട്, മക്കളുണ്ട്, അവർക്ക് വെച്ചുണ്ടാക്കി കൊടുക്കണം, ഇതാക്കണം, ചെയ്യണം, പിടിക്കണം, ഇത് മാത്രമാണോ നമ്മുടെ ലക്ഷ്യം? നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടേതായ ഒരു ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇല്ല, ഒന്നും വേണ്ട, നമ്മുടെ കുടുംബത്തെ നമ്മൾ എങ്ങനെയാണോ ചേർത്ത് പിടിച്ചു പോകുന്നത്, അതൊരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആ ഒരു സമൂഹത്തെ, പുതിയൊരു സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിൽ ഓരോരുത്തർക്കും ഒരു ലക്ഷ്യമുണ്ടാകുകയും അത് നമ്മുടെ വാക്കുകളിലൂടെ അതിനെ എപ്പോഴും പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമുക്ക് എന്താ പറയാ, ഗ്രാറ്റിറ്റ്യൂഡ് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എന്താണോ ഇല്ല, എന്താണോ നമുക്കൊരു കുറവുള്ളത്, അത് മാത്രമല്ലേ നമ്മൾ ചിന്തിക്കുള്ളൂ. അതിന് ചുറ്റുമുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് ചിന്തിക്കാറുണ്ടോ? ഇത് പറയുമ്പോൾ ചിരി വരുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, ശരിയാണല്ലോ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയല്ലേ? എന്താണ് ഇല്ല എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് എന്താ സംഭവിക്കാം? ഇതിനകം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ കാണാനാവില്ല. ഇല്ലാത്തതിനെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും പറ്റുന്നത്? നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ കാണാനാവില്ല. ഈ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എന്താ ഇതിന് മാത്രം എന്ന് ചിന്തിക്കുന്നുണ്ടോ? എല്ലാം അനുഗ്രഹമല്ലേ? എനിക്ക് സമ്പത്തില്ല എന്ന് ചിന്തിക്കുമ്പം ജസ്റ്റ് നമ്മുടെ ബോഡിയിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് കോടാന് കോടി കൊടുക്കാനുള്ള മുതലുണ്ട് നമ്മുടെ ശരീരത്തിൽ, അല്ലേ? ഇല്ലേ? അപ്പോ അതൊക്കെ സമ്പത്തല്ലേ? ഈവൻ നമുക്കൊരു വീടുണ്ട്, ചെറുതായിക്കോട്ടെ, അത് നമ്മുടെ സമ്പത്തല്ലേ? അത് നമ്മൾക്ക് ഉള്ളതുപോലെ ഉള്ള പൈസ കൊണ്ട് അത് നമ്മൾ ചേർത്തുണ്ടാക്കിയതാണ്. അപ്പൊ അതിൽ നമ്മുടെ അധ്വാനം ഉണ്ട്, അത് നമ്മുടെ സമ്പത്താണ്. അതിനെ സ്വരുക്കൂട്ടി അതിൻ്റെ അകത്ത് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അതൊരു സന്തോഷവും സമ്പത്തുമാണ്. അപ്പൊ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ആരെങ്കിലും സമ്പത്തില്ലാത്തവരുണ്ടോ? ആ ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഏറ്റവും ഏറ്റവും ഹയർ ആയിട്ടുള്ള ഒരു ജീവിതമായിരിക്കും നമുക്ക്. അങ്ങനെ തന്നെയല്ലേ? അപ്പോ ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിലും, ഞാൻ എൻ്റെ വീടിനെ എത്രത്തോളം ഇഷ്ടമില്ലാതിരുന്നിട്ടുണ്ടോ, അതിലേറെ ആ ഒരു വീടിന് എത്ര സൗകര്യങ്ങളാണോ ഉള്ളത്, ആ സൗകര്യങ്ങളെ അറിഞ്ഞ് അതിലേക്ക് എന്നെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അത് അത്രയും സുന്ദരമായിട്ടുള്ള ഒരു വീടായി മാറി. എന്നാ പുതിയ വീട് വെച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ആ വീടിന് നല്ല ഭംഗി വരുന്നുണ്ട്. ഇപ്പം എൻ്റെ സ്ഥലങ്ങൾക്ക് ഭംഗി വരുന്നുണ്ട്. അതെന്തുകൊണ്ടാ? എൻ്റെ ഉള്ളിലെ ആ ഒരു കാഴ്ചപ്പാട് മാറി. അതുവരെ ഞാൻ ആ സ്ഥലത്തിനെ, ആ വീടിനെ, അവിടെയുള്ള ആൾക്കാരെ, ഇവരൊക്കെയും വെറുത്തുകൊണ്ടിരുന്നപ്പോ ഇപ്പൊ എൻ്റെ ഉള്ളിലെ ആ കാഴ്ചപ്പാട് മാറിയപ്പം എല്ലാം നമുക്ക് എന്തായിട്ടുണ്ട്? ആ ഒരു ലോകം തന്നെ സുന്ദരമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് നമ്മുടെ മനസ്സിന്റെ കണ്ണാടിയാണ്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളെ സംബന്ധിച്ച് ആ ചിരിക്കുന്ന ചിരി കാണാൻ നല്ല ഭംഗിയായിരിക്കും, അല്ലേ? പണ്ടുള്ളവരെന്തായിരിക്കും പറയാ, എന്താണ് എന്തോ നന്നായാൽ കണ്ണാടി വേണ്ടെന്ന് പറയുമല്ലോ. എന്റെ ആ വാക്ക് ഇങ്ങ് കിട്ടണില്ല. അപ്പോ ഇവിടെ എന്താ നമ്മൾ അറിയണ്ടേ? കണ്ണാടി വേണ്ട. ചങ്ങാതി നന്നായാൽ കണ്ണാടി. യെസ് യെസ് യെസ്. നന്നായ കണ്ണാടി വേണ്ട. ഓക്കെ ഓക്കെ, അത് തന്നെ അത് തന്നെ, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നുള്ളത്. അതൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ ഏറ്റവും അടുത്ത ചങ്ങാതി എന്ന് പറയുന്നത് നമ്മളാണ്. നമ്മൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും അടുത്ത ചങ്ങാതി. അപ്പോ നമ്മുടെ ചങ്ങാതി നല്ലതാണെങ്കിൽ പിന്നെ നമുക്ക് കണ്ണാടിയുടെ ആവശ്യമുണ്ടോ? നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് നമ്മളെ തന്നെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമുക്ക് വരുന്ന ചിരികളെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിലെ അനുഗ്രഹങ്ങളെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ
നമ്മുടെ ചങ്ങാതി നമ്മളാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പൊ നമ്മളെ മുന്നോട്ട് നയിക്കാനും നമ്മളെ വീഴിക്കാനും നമുക്ക് വേണ്ടാത്തിലേക്ക് എത്തിക്കാനും നമുക്ക് എന്താണോ വേണ്ടുന്ന അതിലേക്ക് എത്തിക്കാനും ഒക്കെ ആരെ കൊണ്ടാ പറ്റുക? നമ്മളെ കൊണ്ട് തന്നെ പറ്റുള്ളൂ. അപ്പൊ അവിടെ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് മറ്റുള്ളവർക്ക് അവസരങ്ങൾ കൊടുക്കുകയും അവര് അതിനുള്ള വാതിൽ നമ്മുടെ ഉള്ളിൽ തുറന്നു വെക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ നമ്മളിലെ കണ്ണാടിയെ കാണാതെ പോകുന്നത്. അതെന്ത് ചെയ്യും? ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് മനസ്സിന്റെ കണ്ണാടിയാണ്, നമ്മുടെ മനസ്സിന്റെ കണ്ണാടിയാണ്. ആ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്തോറും നമ്മളിൽ ഒരു വെളിച്ചം വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നും ഗ്രാറ്റിറ്റ്യൂഡും മിറർ പ്രാക്ടീസും ചെയ്യുന്നവര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ ഒരു വെളിച്ചം നമ്മുടെ മുഖത്തുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വെളിച്ചം ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ഓരോ ദിവസവും അതിനെ ഫീൽ ചെയ്ത് പറയുന്നവര് കണ്ണാടിയിൽ നോക്കുമ്പോൾ സ്വന്തത്തിനെ കാണുന്നതിനോടൊപ്പം എന്തായിരിക്കും ആ ഒരു ഓറയെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്നിപ്പോ ഇച്ചിരി ഒരു എന്താ പറയാ ഒരു സൗന്ദര്യം കൂടിയിട്ടുണ്ടാവും എന്നൊക്കെ നമുക്കൊരു ആ ചിരിക്കൊരു ഭംഗിയുണ്ടോ, എന്തൊക്കെയോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. സാധാരണ എന്തായിരിക്കും ചെയ്യാൻ? മറ്റുള്ളവർ പറയണം, നീ ഇച്ചിരി മൊഞ്ചത്തി ആയിട്ടുണ്ടല്ലോ, അല്ലെ നല്ല ഭംഗിയുണ്ടല്ലോ കാണാന്ന് പറയണം. പക്ഷെ നമ്മളാണ് നമ്മളെ തിരിച്ചറിയുന്നെങ്കിലോ അത് മതി നമുക്ക്, മറ്റാര് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വിഷയമില്ല. നമ്മളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമ്മൾ എല്ലാ ദിവസവും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും നന്ദി പറയാൻ ശ്രമിക്കുക എന്നുള്ളത് ഇതെല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യില്ല, നെഗറ്റീവിനെ കൊണ്ടുവരരുത് എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ നമുക്ക് മറ്റു പല കാര്യങ്ങളും കൂടി നമ്മുടെ ഈ ലൈഫ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണം എന്നുള്ളതാണ്. എന്തായിരിക്കും? നല്ല ഊർജമുള്ള ചുറ്റുപാടുകൾ വേണം. അതെന്തായിരിക്കും ഈ ചുറ്റുപാടുകള്? പലരും പറയാറുണ്ടല്ലേ, എൻ്റെ സാഹചര്യം മോശമാണ്. ഞാനും പറഞ്ഞിട്ടുണ്ട് എൻ്റെ സാഹചര്യം ശരിയല്ല, എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ. പക്ഷേ നമ്മളൊന്ന് നോക്കുക, നമ്മൾക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവാം. അതിൽ ചിലത് നമുക്ക് സമാധാനം തരുന്ന ബന്ധങ്ങൾ ഉണ്ടാവും. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ എരുതിയിൽ എണ്ണ ഒഴിക്കാനാണ് പോകുന്നതെങ്കിൽ എന്തായിരിക്കും, എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലത്തെ ബന്ധങ്ങളാണ് നമുക്ക് വരുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ കുറച്ചും കൂടെ ഇരുന്ന് അങ്ങ് തിളയ്ക്കൂല്ലേ? പക്ഷെ അതേ സമയം ശാന്തമായിട്ടും സമാധാനമായിട്ടും നമ്മളോട് സംസാരിക്കുകയും നമ്മളെ കേൾക്കുകയും ചെയ്യുന്ന ബന്ധങ്ങളാണെങ്കിലോ നമ്മുടെ ഉള്ളിലുള്ള നെരിപ്പോടിനെ കുറയ്ക്കാനും അതിലും അപ്പുറം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാനും കഴിയും, അല്ലെ അതിനെ നമുക്ക് അറിയാനും സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്മൾ മെച്ചപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലമുണ്ടോ, അവിടെ പോയി കുറച്ചു നേരം ഇരുന്നിട്ട് ആ ശാന്തമായ ഒരു അവസ്ഥയെ ഫീൽ ചെയ്യുക. അവിടെ ഇരുന്നുകൊണ്ട് നമ്മളെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ആ ഹാപ്പി മൊമെന്റിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കാൻ നോക്കുക, നിങ്ങളുടെ ഒരു ഗോള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നേടണം എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് പോയി ഇരുന്നിട്ട് നിങ്ങൾ ആ ഒരു ഹാപ്പി മൊമെന്റ്സിനെ ഫീൽ ചെയ്തിട്ട് ആ ഒരു എനർജി ഒക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗോളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഒന്ന് കണ്ണ് തുറന്നു നോക്കും. ആ ഒരു എനർജി വൈബിൽ തന്നെ നിങ്ങൾക്ക് അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ അത് ഡിസൈൻ ചെയ്ത് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വയംബോധത്തിലേക്ക് എത്താൻ സാധിക്കണം, നമ്മുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ സാധിക്കണം, അതേപോലെ തന്നെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള വീക്ഷണം നമുക്ക് ഉണ്ടാവുകയും വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? അതുകൊണ്ട് നമ്മൾ ഊർജം എന്നുള്ളത്, എനർജി എന്നുള്ളത് പകരുന്ന സംഭവമാണ്. ഞാൻ ഇവിടെ ഇരുന്ന് നല്ല സന്തോഷമായിട്ട് ചിരിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കണക്ട് ചെയ്യുന്നുണ്ടല്ലേ? അപ്പോൾ ആ ഒരു എനർജി കണക്ട് ചെയ്യുന്ന ചുറ്റുപാടുകളെ ബോധപൂർവം നമ്മൾ തിരഞ്ഞെടുക്കണം. അതിനെ നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മുടെ ഉള്ളിൽ ആ ഒരു എനർജിയെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്കൊക്കെ മാറണം എന്നുള്ളതാണ്. ശരിക്കും നമ്മൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനാവില്ല. അത് സംഭവിക്കുന്നത് സംഭവിച്ചോട്ടെ, പക്ഷേ അവയെ കാണുന്ന രീതിയിൽ നമ്മൾക്ക് മാറ്റം വരുത്താൻ പറ്റും, അതിനെ നിയന്ത്രിക്കാൻ പറ്റും. അങ്ങനെ തന്നെയല്ലേ? ഈവൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം നമ്മളിൽ സംഭവിച്ചു, ഓക്കെ, അതിനെ പരിതപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണോ അതിനെ മറികടന്ന് മുൻപോട്ട് പോകുന്നതാണോ നല്ലതെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്.
അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ചുറ്റുപാടുകളെ ഒക്കെ നമുക്ക് അറിഞ്ഞിട്ട് നമ്മൾക്ക് നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവരും, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും തന്നെ അറിയുന്നതാണ് വിസ്മയ പുലരി എന്ന് പറയുന്ന ഒരു ബുക്കിന്റെ കാര്യം. അതായത് രാവിലെ 8 മണിക്ക് മുമ്പ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു 6 കാര്യങ്ങളെ അതിനകത്തുള്ളൂ. അതിൽ ആ ഓതറുടെ കാര്യം പറയുന്നത്, ആൾക്ക് ആക്സിഡന്റ് ആയിട്ട് ഒന്നിനും കഴിയാത്ത ഒരവസ്ഥയിൽ നിന്നും ആള് രക്ഷപ്പെട്ടു വന്നതും, ആൾക്ക് സംഭവിച്ചതിനെ എല്ലാം ആള് വെട്ടിത്തുറന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നും എൻ്റെ ഈ ചിന്തയിലൂടെയാണ് എനിക്ക് ഇതിലേക്ക് എത്താൻ പറ്റിയത് എന്ന് പറയുമ്പോൾ, നമ്മളൊക്കെയും നമ്മുടെ ശരീരത്തിന് ഒരു ക്ഷീണമുണ്ടെങ്കിൽ, നമ്മുടെ കൈകാലുകൾക്ക് ഒരു വേദന ഉണ്ടെങ്കിൽ, എനിക്ക് വയ്യ, തീർത്തും എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഭയങ്കര ക്ഷീണമാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും എനിക്ക് തീരെ പറ്റുന്നില്ല, എന്തൊക്കെ രോഗങ്ങളാണ് ഞാൻ കൊണ്ടു നടക്കണേ നിങ്ങൾക്ക് അറിയോ, ഞാൻ അനുഭവിക്കുന്നത് എനിക്ക് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ, ഇങ്ങനെ പല കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ആ ഒരു വീക്ഷണത്തെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാടിനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിജയിക്കാൻ പറ്റും. ലോകത്തിൽ ഇങ്ങനെയുള്ളതൊക്കെ സംഭവിക്കുന്നുണ്ട്, അതിനെ തിരിച്ചറിഞ്ഞ് നമുക്ക് വേണ്ടുന്നതായ രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ ചെറിയൊരു പോയിന്റ് ആയിരിക്കും കിട്ടി. ആ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ ചിന്തിച്ചു നോക്കുകയും ആ ചിന്തയിലൂടെ നിങ്ങൾക്ക് അത്ഭുതകരമായിട്ടുള്ള എന്തുണ്ടാക്കാൻ പറ്റും? മാറ്റങ്ങളെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു 2-3 പോയിന്റും കൂടെ ഉള്ളൂ. അതേപോലെ തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങള് എന്തോ ആയിക്കോട്ടെ, ആ സംഭവങ്ങളെ ഒരു മിനിറ്റ്. ഓക്കെ, സോറി. ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ഉടനെ തന്നെ അത് നല്ലത് ചീത്ത എന്ന് വിധിക്കരുത്. ഇപ്പോ നമ്മൾ ആ കർഷകന്റെ കഥ കേട്ടപ്പോ ആദ്യം തന്നെ കുതിര പോയ കാര്യത്തിന് അയ്യോ അത് എനിക്ക് ചീത്തയായിട്ട് സംഭവിച്ചല്ലോ എന്ന് ചിന്തിച്ചിരുന്നാൽ, അതേപോലെ ഓരോ കാര്യങ്ങൾ സംഭവിച്ചപ്പോഴും അത് നല്ലതാണോ ചീത്തയാണോ എന്ന് വിധിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുക? നമ്മൾ തന്നെ നമ്മുടെ വാക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ മാറ്റിമറിച്ച് ഒന്ന് സംഭവിക്കുമ്പോൾ അത് ഭാഗ്യം, മറ്റു സംഭവിക്കുമ്പോൾ നമ്മുടെ ദൗർഭാഗ്യം, ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ കാഴ്ചയാണ് ആ ഏതൊരു കാര്യത്തെയും അങ്ങനെ ആക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇവിടെ മെയിൻ ആയിട്ട് പറയാനുള്ളത് സമയം മാത്രമേ കാണിക്കൂ എന്താണ് ഭാഗ്യം, എന്താണ് ദൗർഭാഗ്യം എന്നുള്ളത്. എനിക്കൊരു സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അത് ഭാഗ്യമാണെങ്കിലും ദൗർഭാഗ്യമാണെങ്കിലും ആ സമയത്തിലാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യുക? ജഡ്ജ് ചെയ്യാതിരിക്കുക. നമുക്ക് വേണ്ടതിനെ നമ്മളിലൂടെ തന്നെ ആ വീക്ഷണത്തിനെ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബജീവിതത്തെ കുറിച്ചുള്ള വീക്ഷണം, കാഴ്ചപ്പാട് എന്തൊക്കെയായിരുന്നു? ഇത് ഇങ്ങനെയൊക്കെ അത് കോമൺ ആയിട്ട് കേൾക്കുന്ന കാര്യങ്ങളാണല്ലേ. ഇത് എന്താണ്, ചട്ടിയും കലവുമായ തട്ടിയും മുട്ടിയും ഒക്കെ പോകും, അത് ഇങ്ങനെയൊക്കെ ഉള്ളതാണെന്നുള്ളത്. പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്താണോ സെറ്റ് ആക്കേണ്ടത് ആ സെറ്റ് ആക്കിയതിനെ റെഡിയാക്കുക, അതിലേക്ക് നമ്മൾ കൊണ്ടുവരിക, നമ്മുടേതായ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അതേപോലെ തന്നെ മക്കളെ എല്ലാവരും പറയുന്നത് കേട്ടിട്ട് അതേപോലെ എന്നല്ലാതെ നമ്മുടേതായ ഒരു കാഴ്ചപ്പാടിൽ ഇന്ന കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് അതിൽ സന്തോഷകരമായ കാര്യങ്ങളെ എത്തിപ്പെടാൻ സാധിക്കും എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ അതിന്റെ ആ കാഴ്ചപ്പാടിലൂടെ തന്നെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കാലത്ത് എല്ലാ പേരൻസിലും കാണുന്നതാണ് മക്കളെ പഠിപ്പിക്കുന്നതിലുള്ള ഒരു ടെൻഷൻ. മക്കൾക്കല്ല ടെൻഷൻ, മാതാപിതാക്കൾക്കാണ്. പഠിച്ചോ, പഠിക്കുന്നുണ്ടോ, മാർക്ക് എത്രയാ. ഈ മാർക്ക് കൂടുതൽ വാങ്ങിക്കാൻ ചിന്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അത് മറ്റുള്ളവരുടെ മുമ്പിൽ താന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ? ആ സ്ഥാനത്ത് മക്കൾക്ക് ആ പഠനത്തിന്റെ മികവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും നിന്റേതായ രീതിയിൽ നീ പഠിച്ചെടുക്കുകയാണെങ്കിൽ അത് ജീവിതത്തിൽ എന്നും നിന്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ കുട്ടിക്കും റിലാക്സ് ആയിട്ട് പഠിക്കാൻ പറ്റും, ആ മാതാപിതാക്കൾക്കും എന്ത് ചെയ്യാൻ പറ്റും? റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുനടക്കുന്ന ആ ഒരു ഉത്കണ്ഠനെ നമ്മുടെ മക്കളിലേക്ക് ആ എനർജീനെ പാസ് ചെയ്യിപ്പിക്കുകയാണ്, ആ നെഗറ്റീവ് എനർജീനെ പാസ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ അവിടെയും നമ്മൾ പോസിറ്റീവിലേക്ക് മാറ്റിയിട്ട് എൻ്റെ മകൾ നന്നായി പഠിക്കുന്നുണ്ട്, അതിന് വേണ്ടുന്ന എല്ലാ
കഴിവുകളും അവൾക്കുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ച് ആ ഒരു രീതിയിൽ തന്നെ അവളെ കാണുകയും അല്ലെ ആ മക്കളെ കാണുകയും ആ മക്കളിലേക്ക് നമ്മുടെ നോട്ടത്തിൽ കൂടെ പോലും ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി കൊടുക്കുകയും ചെയ്യുമ്പോൾ, നമ്മളൊന്ന് തലോടുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ഹഗ് ചെയ്യുമ്പോൾ നിന്നെ കൊണ്ട് ഇതിനൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് മാറുമ്പോൾ ആ കുട്ടികളിലും ആത്മവിശ്വാസം ഉണ്ടായി വരും. ഇത് തന്നെ നമുക്ക് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ലൈഫ് പാർട്ട്ണറിൽ അങ്ങനെ ഓരോ ബന്ധങ്ങളിലേക്കും എത്തിപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. ആ ജീവിതത്തിൽ എന്താണോ മാറ്റം വരുത്തേണ്ടത് ആ മാറ്റത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ചോദിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്യാം. താങ്ക് യു സോ മച്ച്.